ഒറ്റപ്പെട്ടു പോകുന്ന ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഒറ്റപ്പെടാനല്ല. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നിയാൽ പിന്നെ നമ്മൾ വല്ലാത്ത പ്രയാസത്തിൽ ചെന്ന് പെടും. ഡിപ്രഷൻ പോലുള്ള വലിയ ക്ലിനിക്കൽ ഡിസോർഡറിലൊക്കെ പെട്ടുപോയാൽ വലിയ പ്രശ്നമാണ്. ഇപ്പൊ ക്ലിനിക്കൽ റിസർച്ചേഴ്സ്, ന്യൂറോ സയന്റിസ്റ്റുകൾ പുതിയ റിസർച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രാർത്ഥന, നമസ്കാരം, അത് അമ്പലത്തിലായിക്കോട്ടെ പള്ളിയിലായിക്കോട്ടെ, പ്രാർത്ഥനകൾ, സ്പിരിച്വൽ ആയിട്ടുള്ള എക്സസൈസുകൾ നിങ്ങളെ ഡിപ്രഷൻ പോലുള്ള വലിയ അസുഖത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. കാരണം നിങ്ങൾ അവിടെ ഒറ്റപ്പെടൂല, കൂടെ ഒരാളുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും കൂടെ ഒരാളുണ്ട്. കാണാത്ത ഒരാളുണ്ടാവുമല്ലോ, അങ്ങനെ ഒരാൾ മതി. നമ്മളൊക്കെ പല മാനസിക സംഘർഷത്തിലൊക്കെ ചെന്ന് ചാടുന്നത് ഈ കാണാത്ത ഒരാളുമായിട്ടുള്ള ഒരു പരിചയം അത്ര വലിയ ഡീപ്പായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാത്ത ഒരാളെ കണക്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ റിയൽ ലൈഫിൽ ഒറ്റപ്പെടുമ്പോ നമ്മൾ ഒറ്റയ്ക്കാവും. ഞാൻ പറയുന്ന ഒരു മനുഷ്യനില്ലെങ്കിൽ പോലും ഒരു മനുഷ്യനും ഒറ്റപ്പെടൂല അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടാൽ.